ഇത് എത്ര മരമാണ് മൊത്തം? ഇത് ഇവിടെ ഇപ്പം പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു 260 മരം മിച്ചം ഇവിടെ ഉണ്ട്. 260 മരം ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഓരോ വർഷം ഒരു 3-4 മരം വീതം കാറ്റത്തും ഒടിഞ്ഞും അങ്ങനെ പെട്ടെന്ന് പോകും. ഓരോ കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ആവാനും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വെട്ടാൻ ആളില്ല. അത് വെട്ടാനാളില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെട്ടുകൊണ്ട് മാത്രമേ അവർക്ക് കാര്യങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ വെട്ടുന്ന കേൾക്കണമെങ്കിൽ ഒരു 10-12 വർഷമായിട്ട് നമുക്ക് സുഖമായിട്ട് വെട്ടുന്നതാണ്. പുള്ളിക്ക് വേറെ ജോലി ഉള്ളതുകൊണ്ട് പുള്ളി ഇപ്പം വെട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് പുള്ളി വെട്ട് വെക്കാൻ മാത്രമേ ഉള്ളൂ. പാലെടുക്കുന്നത് നമ്മളിപ്പോൾ പാല് വാറിൽ ഒഴിച്ച് നമ്മൾ ലാറ്റക്സ് ആക്കിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. വീട്ടടിക്കാനോ അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആരും കിട്ടത്തില്ല. വീട്ടടിക്കൊന്നും ഇപ്പോൾ ആളില്ല. പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പം വെട്ടുകൂലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല. കയ്യിൽ പഴുത്ത് പോകാൻ ആവത്തില്ല. അതെന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ ഈ 105 മരം ആയതുകൊണ്ടാണ് ഇതിന് കുറച്ചെങ്കിലും പാല് കിട്ടുന്നത്. ഈ 414 അതുപോലുള്ള മരമുണ്ട്, 430. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചില ഘട്ടങ്ങളിലുള്ള ഉത്പാദനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പാലില്ലാതെ ആയി പോകുന്നുണ്ട്. കണ്ണിപ്പോൾ ഇപ്പം കണ്ടിട്ട് ഈ 105 തന്നെയാണ് ഏറ്റവും നല്ലത്. ഏകദേശം ഈ പ്രായത്തിൽ തന്നെ വെച്ചതല്ലായിരുന്നു അപ്പുറത്തെ സ്ഥലമേ? അത് വെട്ടിപ്പോയല്ലോ. അത് ഇതിനേക്കാളും ഈ പ്ലാന്റിനേക്കാളും ഒരു 2 വർഷം. 2 വർഷത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ? 2 വർഷത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അത് മരം വേറെ ആയിരുന്നല്ലോ. മരം വേറെ, അത് 414 കൂടി. അതുകൊണ്ട് അത് പെട്ടെന്ന് തീർന്നു. 114 മരം കാര്യം ശരിയാണ്. മരം തടി വന്നിട്ടുണ്ട്. തടിക്ക് നല്ല തടി വയ്ക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ DRC പാലിന് അളവുണ്ട്, പക്ഷേ DRC കിട്ടത്തില്ല. നമുക്ക് DRC വളരെ കുറവായിരിക്കും. അളവ് പാല് നല്ലപോലെ വീഴും. പാലായിട്ട് കൊടുക്കുമ്പോൾ അല്ലേ നഷ്ടമല്ലേ? കൊടുക്കുമ്പോഴും അവരെ ചുറ്റി വെട്ടിയാക്കുവാണെങ്കിൽ നമുക്ക് അതിന് പോകാം. നമ്മൾ കാണുമ്പോൾ ഓർക്കും പാല് നല്ല അളവാണ്, ചിരട്ടയൊക്കെ നിറഞ്ഞു വീഴുകയും ചിരട്ട തുളിച്ച് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ സംഗതിക്ക് DRC കുറവാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പട്ടമരപ്പ് ഭയങ്കരമായിട്ട് മരച്ചു പോകും. ഇപ്പോൾ അത് എന്നാ കാര്യം നടത്തില്ല. ചിലപ്പോൾ ഒരു ലൈനിൽ തന്നെ ഇപ്പോൾ എനിക്ക് അവിടെ ഒരു 4-5 എണ്ണം ഒരേ ലൈനിൽ തന്നെ നല്ല ഒരു 30 ഇഞ്ച് വരെ എണ്ണമുള്ള മരമുണ്ട്. ഒറ്റ ലൈനിൽ തന്നെ നിൽക്കുന്ന ഒരു 4 എണ്ണം ഒരുമിച്ച് മരച്ച് നിൽക്കുന്നുണ്ട്. എന്നാ പറ്റിയതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അതിൻ്റെ മറുസൈഡ് ഇടുമ്പം നമുക്ക് ചിലപ്പം പാല് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. ഇപ്പം അദ്ദേഹം മറിച്ച് പോയാൽ പോകുന്നു കൊടുക്കാനേ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ഈ മണ്ണിൻ്റെ ഈ വാക്കൂറും ഒരു പരിധി വരെ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇത് മൂന്നാമത്തെ ഈ പ്ലാന്റൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്ലാന്റ്. ആദ്യത്തെ പ്ലാന്റ്, രണ്ടാമത്തെ ഇതിന് മുന്നിലത്തെ പ്ലാന്റ്, ഇതിപ്പോൾ ഇത് മൂന്നാമതായി. ഇത് മൂന്നാമതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ആ മണ്ണിൻ്റെ ആ ഫലപുഷ്ടി തന്നെ കുറഞ്ഞു. അല്ലെ പിന്നെ ഇപ്പോൾ ചാണകമോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഒന്നാക്കി എടുക്കണം. അതിനൊന്നും ഇപ്പോഴത്തെ കാലത്തിന് ഇപ്പോൾ ആരും മെനക്കെടുത്തൊന്നുമില്ല. അതിനുള്ള ലാഭം ഇല്ലായിരിക്കും അല്ലേ? അതിനുള്ള ലാഭം കിട്ടത്തില്ല നമുക്ക്. ഇതുകൊണ്ടൊന്നും അതിനുള്ള ലാഭം കിട്ടത്തില്ല. പിന്നെ ഒരു കൃഷി, പിന്നെ ഒരു നേരം പോക്കെന്നുള്ള രീതി വേണേൽ കൊണ്ട് നടക്കാം. വേറെ വരുമാനം വേണം. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ പരിപാടി നടക്കത്തില്ല. അതാണ് ഇപ്പോൾ കണ്ടില്ലേ വലിയ വൻകിട തോട്ടങ്ങൾ TRNT പോലുള്ള നമ്മുടെ മുണ്ടക്കത്തെ പോലെ വൻകിട തോട്ടങ്ങളിലും പല ഡിവിഷനുകളും പ്ലാന്റ് ചെയ്യുന്നില്ല അവർ. ഈ ആനക്കുളം എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയായിരുന്നു. അവരവിടെ പ്ലാന്റ് ചെയ്തിട്ടല്ല, കൈത കൃഷിക്ക് മാത്രം കൊടുത്തിരിക്കുക. ഇപ്പോൾ പിന്നെ ഇനി റബ്ബർ വെക്കുമെന്ന് അറിയില്ല. അവർ പ്ലാന്റ് ചെയ്തിട്ടില്ല. മഴക്കാലത്ത് നമ്മളത് വെട്ടിയില്ലായിരുന്നു. പ്ലാസ്റ്റിക് ഇട്ട് വെട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്കിപ്പം വെട്ടാൻ പറ്റുന്നത്. നേരത്തെ തന്നെ ജനുവരി അവസാനം ആകുമ്പോഴത്തേക്കും അത് നിർത്തേണ്ടി വന്നു. ഇതിപ്പം പാലായിട്ട് കൊടുക്കുന്നതാണോ ഷീറ്റാക്കുന്നതാണോ അതോ ഒട്ടുപാലാക്കുന്ന ഏതാ ലാഭം കൂടുതൽ? ലാഭം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒട്ടുപാലാക്കുന്നവർ പറയുന്നത് അത് ഒട്ടുപാലാക്കുന്ന ലാഭം എന്ന് പറഞ്ഞു. ഈ പണിയുടെ ചിലവൊന്നും കാര്യമായിട്ട് വരുന്നില്ല, ഒട്ടുപാലാക്കി കൊടുക്കുക എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒട്ടുപാല് അല്ലാതെ നമുക്ക് ഈ പാലൊഴിക്കുമ്പോഴത്തേക്കും എൻ്റെ അഭിപ്രായത്തിൽ പാലൊഴിക്കുമ്പം വില നോക്കി വിൽക്കുവാണെങ്കിൽ, അതായത് നമുക്ക് വില കൂടുന്ന സമയത്ത് വിൽക്കുവാണെങ്കിൽ ചിലപ്പം ഷീറ്റിനേക്കാളും നമുക്ക് വില കിട്ടും. ചിലപ്പോൾ കിട്ടും. ചിലപ്പം പാലല്ലാതെ നമ്മൾ അത്യാവശ്യത്തിന് എടുക്കുന്ന വിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് കിട്ടത്തില്ല. എനിക്ക് തോന്നുന്ന ഒരു മെയ് മാസവും ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ലാറ്റക്സിന് വില കയറും. ഇപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്ന സമയമല്ല, അന്നേരം ലാറ്റക്സിന് വില കയറും. അങ്ങനെ വന്ന് പാല് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭമായിരിക്കും. പറയാൻ പറ്റിയാൽ പിന്നെ ഇപ്പം 167 രൂപ ഷീറ്റിന് വിലയും പാലിനൊരു 165 ചില്ലറയാണെന്ന് തോന്നുന്നു. ഇപ്പം പാലിന് നമുക്ക് അത്രയും കിട്ടത്തില്ല. നമുക്ക് ഏജൻസിയുടെ ഒരു പൈസയും എല്ലാം കൂടെ തുടച്ചിട്ട് അതേ കിട്ടുമോ. അപ്പം
എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പാല് വില നോക്കി ആണ്ടിൽ 1-2 പ്രാവശ്യം വിൽക്കുവാണെങ്കിൽ ചിലപ്പം ലാഭം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പറ്റുള്ളൂ. പറ്റുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ലല്ലോ. പൈസ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ വിൽക്കേണ്ടി വരും. അന്നേരം ആ സമയത്ത് വിലയില്ല കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതാ ലാഭം എന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒട്ടുപാലിന് തന്നെ വിലയുണ്ട്? ഒട്ടുപാലിന് ഇപ്പം പറയുവാണെങ്കിൽ ഒട്ടുപാലിപ്പം ഈ ഞാനും കേട്ടു ഒട്ടുപാലിന് നല്ല ലാഭം ഇപ്പം എന്ന് പറയാം. വിലയും കൂടി. ലാഭം എന്ന് പറഞ്ഞാൽ വില കൂടി. ഇപ്പോഴത്തെ വില ഇപ്പം മില്ലിൽ അപ്പോൾ ഇന്നത്തെ വില അനുസരിച്ച് മില്ലിൽ ഏതാണ്ട് 150-160 രൂപ വില മില്ലിലുണ്ട്. ഇപ്പം നമുക്കിവിടെ കൊടുക്കുവാണെങ്കിൽ 100 രൂപ, ഒട്ടുപാലിന് 100 രൂപ കിട്ടും. അപ്പോൾ അത് ഇപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒട്ടുപാലാക്കുന്ന ആൾക്കാർ, അതായത് ഈ ചണ്ടിപ്പാലാക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഒട്ടുപാലിന് വലിയ ഡിമാൻഡില്ല. പക്ഷേങ്കിൽ ഈ 167 രൂപ ഷീറ്റിന് വില വന്ന സ്ഥിതിക്ക് ഒട്ടുപാലിന് അങ്ങനെയാണല്ലോ ഒരു 120-130 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ് കിട്ടേണ്ടതാണ്. പക്ഷേ അത് കിട്ടുന്നില്ല. മില്ലിലൊക്കെ പറയുന്നത് മില്ലിലോട്ട് ഇറക്കണമെന്നാണ് പറയുന്നത്. അവിടെ ഇടയില്ല, സാധനം അതുപോലെ വന്ന് കിടക്കാമെന്നത്. അതുകൊണ്ട് അതാണ് ഈ ഒട്ടുപാലിന് ഇപ്പോൾ ഇച്ചിരി വില കുറവ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഷീറ്റിൻ്റെ വിലയുടെ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒട്ടുപാലിന് ഒരു 120 രൂപ 125 രൂപയുടെ ആ ഒരു റേഞ്ച് കിട്ടേണ്ടതാണ്. അപ്പോൾ അത്രയും വരുന്നില്ല. 100 രൂപയാണ് ഇപ്പോഴത്തെ വില. അങ്ങനെ നിൽക്കുന്നത് 195 രൂപ വിലയുണ്ട് 13-ൽ. ഞാൻ 195 രൂപയ്ക്ക് വിട്ടിരിക്കുന്നത്. ഞാൻ ബുക്കുണ്ട്, വലിയ ഡയറിയാണ്. അത് നമ്മൾ 2010 താഴത്തെ പ്ലാന്റ് തുടങ്ങിയപ്പം തൊട്ടുള്ള ഉണ്ട്. അതും ഇത് വെട്ട് തുടങ്ങിയപ്പോഴത്തെ തൊട്ടുള്ള ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വില വന്നിരിക്കുന്നത് 2013-ൽ 195 രൂപയ്ക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. 13-ൽ എത്ര 11 വർഷം മുമ്പാണ്. തന്നെ ലാഭമായിരുന്നു. ഓർത്ത് നോക്കി, ഈ സാധനങ്ങൾക്കൊന്നും ഈ വില വല്ലതും പൈസ നമുക്ക് മിച്ചം. ഇപ്പോൾ എത്ര രൂപ കിട്ടിയ മുതലാവും? ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 250 രൂപയെങ്കിലും ഷീറ്റിന് വില കിട്ടണം. ലാറ്റക്സിന് ഒരു 200 രൂപ മേളിലൊരു വിലയും കിട്ടണം. എന്നാൽ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഓടിച്ചു പോവാം, അതേ ഉള്ളൂ. പുതുതായിട്ട് എല്ലാവരും ചെയ്യുന്നവർ ഇനി കുറയുമല്ലേ? ഇനി മുന്നോട്ട് ചെയ്യല. ഒന്നാമത് ആളില്ല. കാര്യം എന്താ വെച്ചാൽ ഒന്നാമത് വീടുകളിൽ ആൾക്കാരില്ല. കൃഷിക്കാരായിട്ട് ഒരു കൃഷിക്കാരനാകണമെന്ന് പറയലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും IT മേഖലയിലോട്ടും ഒക്കെ ആയിട്ട് ആൾക്കാർ പോവുക. കൃഷിക്കാരനാകണമെന്നിപ്പം കൃഷിക്കാരുടെ മക്കൾ പോലും മക്കളെ കൃഷിക്കാരാക്കുകയില്ല. അങ്ങനെ അതാണ് എൻ്റെ ഒരു അപ്പം റബ്ബർ മേഖല പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ കൂലിച്ചെലവ് പറ്റുകയില്ല. കൂലിച്ചെലവ് ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തന്നെയല്ല മിഷനറി ഇവിടെ വന്നിട്ട് മാത്രമേ ഇപ്പോൾ ഈ എസ്റ്റേറ്റുകളിൽ പിടിച്ച് നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ കുഴി കുത്താനും കുഴി മൂടാനും അങ്ങനെയുള്ളതിനെല്ലാം മിഷനറി ഉണ്ട്. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പം റബ്ബർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം കുഴി എടുക്കുവാണെങ്കിൽ ആ കുഴിക്ക് ഇപ്പം ഇത്ര രൂപയ്ക്ക് ഉടമ്പടിക്കായിരുന്നു 2 രൂപയൊക്കെ കുഴി കുത്തി. ഇപ്പോൾ ആരും കുഴി കുത്താൻ പറ്റുമോ? കുഴി കുത്താൻ ആരും വരില്ല. ഒരു ദിവസം ക്രമത്തിന് വെട്ടിയില്ല അല്ലേ? കറക്റ്റ് 3-ാം പക്കം വരുവാണെന്നുണ്ടെങ്കിൽ ആ പട്ട ഉണങ്ങാതെ ഇന്നിപ്പോ ഒരു ദിവസം കൂടെ പോയില്ലേ, അപ്പൊ ഇത്ര വ്യത്യാസം വന്നു. കുറയും, പാല് കുറയും. ഉണക്കം വന്നല്ലോ പട്ടയുടെ. കാപ്പി കുടിച്ചോ? ഞാൻ രാവിലെ 6:30 കാപ്പി കുടിക്കും. യൂണിവേഴ്സിറ്റി കാര്യമില്ല, അതാണ് രണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അവിടെ വർക്ക് ചെയ്തൊരു മാസം നമ്മുടെ രാജുവേ രാജു ഞാൻ പാലുമായിട്ട് ഉണ്ടാകാം. റോളുണ്ട് ഇവർ വന്ന് എടുത്തോണ്ട് പോയി നമ്മളോട് കൊടുക്കണം. ഇവിടെ വരും മണമായിരിക്കും. അമോണിയലിക്കൂടാണ്. ഭയങ്കര മണമായിരിക്കും. മണം വരുന്നില്ലേ? ചെറുതായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് വന്ന് എടുത്തോണ്ട് പോകില്ലേ?
നമ്മൾ വീപ്പ് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 വീപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തോണ്ട് പോകും. പിന്നെ അവർ ഈ റൂട്ടിൽ എപ്പം വരുന്നു അന്നേരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 4 വീപ്പ് ഇടും, എടുത്തോണ്ട് പോകും. ഇതിനകത്ത് ഇത് 21 കിലോ ആണ് വീപ്പയുടെ വീട്ടിൽ. 21 കിലോ വേറെയായിട്ട് വീപ്പയുടെ വരും. ഇതിനകത്ത് 9 കിലോ അമോണിയം ലിക്വിഡ് ഉണ്ട്. അമോണിയം ലിക്വിഡ് ആ ലിക്വിഡും കൂടെ നടക്കാണ് നമുക്ക് ലിക്വിഡിനകത്ത് നമ്മൾ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 200-210 ലിറ്ററോളം ഇതിനകത്ത് കയറും. ഇതിപ്പോൾ ഈ ഏതാണ്ട് 6 മാസം വരെ കുഴപ്പമില്ലാതെ വീട് കൂടാതെ ഈ പാൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് കൊടുത്തേക്കാണ്. അപ്പോൾ അവർ ഈ വന്നെടുക്കുന്ന സമയത്ത് നമുക്ക് സാമ്പിൾ തരും. പാലിൻ്റെ സാമ്പിൾ നമുക്കെടുത്ത് തരും. നമുക്കെടുത്ത് തരുമ്പോഴത്തേക്കും അവരും അതുപോലെ ഒരു സാമ്പിൾ തരും. ഒരു സാമ്പിൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ പേരും ഇത് എഴുതി നമുക്ക് തരും. അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. നമുക്ക് DRC ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. അത് കൊടുക്കുന്നത് നമ്മളിപ്പം റബ്ബർ ബോർഡിൻ്റെ അംഗീകരിച്ച് ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു DRC ടെസ്റ്റിംഗ് ലാബുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് DRC കിട്ടും. DRC എത്രയാണെന്നുള്ളത് അവർ മെയിൽ ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അതനുസരിച്ചാണ് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൂക്കവും ഇതിൻ്റെ ഈ വീപ്പയുടെ ടയർ വെയിറ്റും എല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതിനകത്ത് DRC ഇതൊക്കെ ഏകദേശം ഒരു ആദ്യമായിട്ട് വെട്ടം തുടങ്ങിയ സമയത്തൊക്കെ കിട്ടുന്ന ഒരു പാലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 40 കാണും. DRC ഒരു 40 ദിവസമൊക്കെ DRC കാണും. ഇവിടെ ഏകദേശം നമുക്ക് ആവറേജ് ഒരു 36-38% DRC കിട്ടും. അത് വലിയ കുഴപ്പമില്ല. അത് 105-ആയിരിക്കും. 105 എന്ന് പറഞ്ഞാൽ ആ മരത്തിനെ അത്രയും കിട്ടുള്ളൂ. 414 അത്രയും വരത്തില്ല. DRC വരില്ല. ഇതിപ്പം ഇത് 105-ന്റെ 414 ഉണ്ട്. ഇവിടെ കുറച്ച് വേറെ 414 ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ ഏകദേശം. എന്നാലും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തൊരു 3 വീപ്പയുടെ എനിക്ക് 40 മുകളിലാണ്. 40 പോയിന്റ് സംതിങ് ആയിട്ട് DRC കൊടുക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു 33-35 നല്ല ആ റേഞ്ചിൽ കിട്ടും. നമുക്ക് ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് DRC എടുത്ത് നമ്മൾ അത് അതിൻ്റെ റബ്ബർ DRC കഴിച്ചിട്ടുള്ള റബ്ബറിൻ്റെ ആ അളവ് നമ്മൾ നോക്കിയിട്ട് അതിന് 10 രൂപ ഫാക്ടറിയിൽ ഇപ്പോൾ 165 രൂപ ഇപ്പോൾ വില വേണമെങ്കിൽ നമുക്ക് 10 രൂപ കുറച്ച് 155 രൂപ നമുക്ക് 15 അക്കൗണ്ടിലോട്ട് ഒരു റെറ്റ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച്. ഇപ്പം ഇതിനൊരു ഗുണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നമ്മളിവരെ എടുത്തോണ്ട് പോക്കോളും. പിന്നെ നമ്മൾ പറയുമ്പോൾ വില നമ്മൾ പറയുമ്പോഴേ വില തീർത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ വില തീർത്തെടുത്ത് വെച്ചാൽ മതി. അങ്ങനെ ഒരു ഗുണമുണ്ട്. കൊടുക്കുമ്പോൾ തന്നെ വില തീർക്കണമെന്ന് നിർബന്ധമില്ല. കാര്യം നമുക്ക് വില നോക്കി വിൽക്കാം. നമ്മൾ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെക്കണ്ട. വെക്കുമ്പോൾ ചിലപ്പോൾ റിസ്ക് ഉണ്ട്. ചിലപ്പോൾ ചില സമയത്ത് ഈ വീപ്പൊക്കെ വല്ല ലീക്ക് വല്ലതും വന്ന് ഗ്യാസ് വല്ലതും പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞ ഇതായിരിക്കും. നേരത്തേക്ക് പിന്നെ നമുക്ക് കുട്ടികളുടെ വില കിട്ടത്തുള്ളൂ. പിന്നെ വീപ്പ നഷ്ടപ്പെടുന്നത് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുഴപ്പമൊക്കെ ഇവിടെ കൊടുക്കാറ് 3-4 വീപ്പ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിലൂടെ ഇപ്പം വഴിയല്ലേ. ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിളിച്ച് പറഞ്ഞാൽ കാര്യം ഇറങ്ങിയില്ല. അങ്ങനൊരു ഗുണമുണ്ട്. ഇത് അതിൻ്റെ ഗുണം ഇത് ഉള്ളൂ. ഷീറ്റ് അടിക്കേണ്ട. മാസത്തിൻ്റെ വില അപ്പോൾ കുറേ പല ലാഭമുണ്ട്. ഉണ്ണിമേരിയെ കൊണ്ട് കാറെ ബൈക്കെ കൊണ്ട് ഇറക്കുന്നത് കോളേജിൽ അതിലുണ്ടെന്ന് പറഞ്ഞതാ. ഇറങ്ങുന്നേ ഉള്ളൂ. ഇവനില്ല. കൊട്ടാരം പോലെ രാജ്യത്ത് തോട്ടി കഴിഞ്ഞു. തോട്ടിയും കൂടെ കിടക്കും. മേളിൽ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഇരുന്ന് ഇടാം. ബാക്കി നമുക്ക് കയറല്ലോ. താഴേക്ക് ഉള്ള ആരിട്ടായിരുന്നു നിറച്ച ഉണ്ടായിരുന്നല്ലോ. ആവശ്യമുണ്ട് കയറി പറിച്ചോളാം. നോക്കേണ്ട കാര്യം.
കയറി നോക്കട്ടെ കാര്യം കയറിട്ട് നോക്കാം. അവിടെ വടക്ക് കയറി വരുന്നുണ്ട്. അത് ചെട്ട് മണ്ടയ്ക്ക് വന്നു. അതെല്ലാം അയച്ചേന് വന്നില്ല. ആ ഒരു തുമ്പ് ഞാൻ വലിച്ചത് ഇറക്കിയാൽ മതി. ഞാൻ പിടിച്ചോളാം. ആ തിരുവിടെ താത്തെ. ആ അത് പൊട്ടും. തന്നെ വളഞ്ഞു കഴിയുമ്പോൾ അന്നേരം വിണ്ടു വീഴും. പിടിച്ചോ. ആ ആ വേറെ പിടിച്ചു. നമ്മുടെ റോഡാ അതല്ല. പെട്ടെന്നൊരു ആ ഇത് സൂപ്പറാ. സൂപ്പർ വളവാ. നീ എന്നാ വലി വലിച്ചു നോക്കി. കിട്ടിയോ? കൈ മാറ്റി താന്നു പോയത്. കൈ മാറ്റി എന്നാ മറ്റേ വന്നോ. വേണ്ടേ ആ ആ പതുക്കെ വലിച്ചേ കയറും.
എല്ലാം മൂത്താണ് എടുത്തോ. ആരെ വിളിച്ച് പറയാമെന്ന് ഉപയോഗിക്കാനേ ഉള്ളൂ അല്ലേ? അറിയാ പറഞ്ഞോ ഇവിടെ നേരത്തെ പറഞ്ഞില്ല എളുപ്പമുണ്ട് കൊണ്ടുപോകും. എന്നാ അറിയോ ചേട്ടണ്ടല്ലോ. ഇത് മതി, പൊട്ടിയത് മതി. കറക്റ്റ് മൂപ്പും എല്ലാം എടുത്തോ രാജു? ഇത് നമുക്ക് കൊണ്ടുപോകാം. അല്ല അത് മൂത്താണ്. ഇതാ ഏറ്റവും നല്ലത്, വേവിക്കാൻ ഏറ്റവും നല്ലത് ഇതാ. ഇതിപ്പോൾ ഇച്ചിരി മൂപ്പാ, പക്ഷെ പഴിപ്പിക്കാൻ കൊള്ളില്ല. എങ്ങനെ കൊണ്ടുപോയില്ല ക്യാമറ ഭയങ്കര മൈന്യൂട്ട് സാധനമാണ്. ഇത് നേരെ തിരിച്ചുകൊണ്ടോ? തിരിയും അത് 300 ഡിഗ്രി അല്ലേ? അല്ലേ അതെങ്ങനെ വെള്ളം തിരിയും ഈ മേളത്തേത്. എടുത്തോ. എല്ലാം മച്ചാണ്. ഇതേ ഉള്ളൂ. എന്നാണ്ട് അയ്യോ വെള്ളം വേണോ രാജു? ചക്ക വെട്ടാണ് ഏറ്റവും വലിയ പാട്. നമുക്ക് ചക്ക പൊഴിച്ചാൽ വലിയ ബുദ്ധിമുട്ട് വരുന്ന ചക്ക വെട്ടാണ് പാട്. അത് ചക്ക വെട്ടാൻ വേറൊരു പരിപാടിയുണ്ട്. എങ്ങനെ അറിയാമോ? നമ്മൾ കോടാലിയും ഭാഗത്തും വേറെ ഒന്നും വേണ്ട, സാധാ കത്തി കൊണ്ട് തന്നെ വെട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് അടുത്ത് ഇടുകയും ചെയ്യാം. ഞാനത് കാണിക്കുന്നത്. നല്ല മൂർച്ചമാണ്. മൂർച്ചയുള്ള കത്തി മാത്രമേ പരിപാടിയുള്ളൂ. ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ കിട്ടല്ലേ തേച്ച് പിടിപ്പിക്കണം. ഒരു അരക്കിനകത്തൂടെ പൊട്ട് വന്നിരുന്നു.
ഇപ്പോൾ ഇത് വളരെ എളുപ്പമല്ല. ഈ മണ്ട ചെത്തിപ്പോകാതെ ഇത്രയും ഭാഗം ചെത്തിക്കളയാണല്ലേ ഈ മണ്ട ചെത്തുന്നത് നമുക്ക് അന്നേരം ഒരുക്കുമ്പോഴും എളുപ്പമാണ്. ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്. ചായ ചേർക്കണോ? ഇപ്പം എങ്ങോട്ട് പോയാ അപ്പം? പുള്ളി അക്കരയ്ക്ക് പോയി. അവസാനം എങ്ങനെ ആവും? അതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? എങ്ങനെ കിട്ടിയതാ ഏതാവോ ഇതെല്ലാം? എല്ലാം സീതനമായിട്ട് കിട്ടിയതാണ്. ഇതെന്നാന്നറിയാം, ഈ സാധനം കണ്ടിട്ടില്ല. ഏതാ? ഇത് കണ്ടിട്ടുണ്ട്. ഇതാണ് റാത്തക്കെട്ട്. റാത്തല അതായത് എനിക്ക് തോന്നുന്നത് ഏകദേശം 11 കിലോ വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. റാത്തല് 11 കിലോ. അങ്ങനെ പഴയ തൂക്കം തൂക്കം. ഇത് പിന്നെ പണ്ട് ഞങ്ങൾക്ക് ചായക്കട ഉണ്ടായിരുന്നു നേരത്തെ. ആണോ? നോക്കിയല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ ഇവിടെ ഈ 35-ല് ആഴത്തിലെ പാലമുണ്ട്. ആ പാലത്തിന്റെ അടിയിൽ നടന്നു പോയ സാധനമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ആറ്റി കിടക്കുകയായിരുന്നു. അത് പിന്നെ ഉരുള് കൊണ്ടുപോകുമെന്ന് തോന്നി കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ എനിക്ക് എടുത്തു തന്നാണ്. ലോക്ക് ഇതിന്റെ അടിയിൽ ഒരു ലോക്ക് ഉണ്ട്. അതുകൊണ്ട് കോൺക്രീറ്റിങ്ങിന് പകരം അന്ന് ഇതുപോലുള്ള കല്ല് കൊത്തിയെടുത്തിട്ടായിരുന്നു വാർത്തോണ്ടിരുന്നത്. ഈ വട്ടം തെന്നി മാറത്തില്ലല്ലേ? തെന്നി മാറിയില്ല. ഇതൊരു ലോക്കാണ്. അടിയിലൊരു ലോക്കുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ സൈഡിൽ ലോക്കുണ്ട്. ലോക്ക് രണ്ടും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതാണ് ആർച്ചിന് വേണ്ടി. അതിനകത്ത് ഇത് ഫിലോപ്പിയ വളർന്ന കുറവാണ്. ഇതിങ്ങനെ ആമയുടെ തല പോയി. ആമയുടെ തല ആരംഭിച്ച് ചവിട്ടി കളഞ്ഞ. മീനിന്റെ തീറ്റയൊക്കെ വിലക്കൂടുതലായത് കാരണം മീൻവളത്തൊക്കെ നിർത്തി. ഇപ്പം അത്യാവശ്യത്തിന് നമുക്ക് തിന്നാനുള്ള മീൻ മാത്രം ഇതിനകത്ത് 100-150 എണ്ണം കിടപ്പുണ്ട്. നമ്മൾ അത്യാവശ്യമുള്ള സമയത്ത് പിടിക്കും. നേരത്തെ ഉണ്ടായിരുന്നു മീൻ ഞാനിവിടെ കൊടുത്തോണ്ടിരുന്നായിരുന്നു. എനിക്ക് എങ്ങനെ കളിച്ചാൽ ഇതിനകത്തുനിന്ന് അവിടെ നോക്കുന്നൊക്കെ ആയിട്ട് 100-150-200 കിലോ മീൻ കിട്ടുമായിരുന്നു. അതെല്ലാവരും ഓർഡർ ഉള്ളപ്പം നേരത്തെ പറഞ്ഞിട്ടാണ് പിടിക്കുന്നത്. വേറെ ആൾക്കാരെ ഒന്ന് കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മീൻ തീറ്റയുടെ വില കാരണം നമുക്ക് ഒരു കാരണവശാലും മുതലാകത്തില്ല. സിലോപ്പി ആണെങ്കിലും ഒരു 350 രൂപയ്ക്ക് വേണം വിറ്റാലേ പറ്റും. ഈ 350 കൊടുത്തൊന്നും ആരും മേടിക്കില്ല. പക്ഷേ അത് നല്ല സാധനം നല്ലതാണ്. അപ്പുറത്തൊരു നാച്ചുറൽ കുളമാണ്. ഇത് കോൺക്രീറ്റ് ആണോ? ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുക. ഇതൊന്നുമില്ല. പടവാക്കുള്ള വരും നേരത്തെ. പടവ എരി കെട്ടിക്കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് നാച്ചുറലായിട്ടുള്ള. ഇത് മരുക. ഇത് പണ്ട് കാലത്ത് ഉപ്പ് കലക്കിയിട്ട് കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് കലക്കി ഇതിനകത്ത് ഒഴിച്ചു വെക്കും അടുക്കളയിൽ. മറ്റൊരു തടിയുടെ ഒരു അടപ്പുണ്ട്. അതിന് അടപ്പില്ല, അടപ്പ് പൊട്ടിയിട്ടില്ല. അടപ്പുണ്ട്. ആ അടപ്പ് വെച്ച് മൂടി വെക്കും. എന്നിട്ട് ഇങ്ങനെ ചിരട്ടയ്ക്കകത്ത് ഉപ്പ് ആവശ്യത്തിന് വെക്കും. ഇത് പിന്നെ ഇത് കൂട്ട് മറ്റേ ഈ ചന്ദനമൊക്കെ അരയ്ക്കുന്നു. ചന്ദനം ഇതുപോലുള്ള സാധനങ്ങൾ അരച്ച് ഇത് പതുക്കെ ഇങ്ങനെ കമത്തിയിട്ട് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഊറ്റിയെടുക്കും. അങ്ങനെ ഇട്ടിരിക്കുന്നു. അത് കണ്ടിട്ടുണ്ടോ? കലപ്പ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെ, ആ സാധനം അതെ കലപ്പ. അത് കലപ്പ മറ്റേ മണ്ണ് ലെവൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അതിന്. അതാണ് ഇപ്പുറത്തിരിക്കുന്നത്. ഇപ്പുറം ഇരിക്കുന്ന ഒരു സാധനം. അതായത് നമ്മളിങ്ങനെ വീട് മറിച്ചിട്ട് മണ്ണ് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പിടിച്ച് ഇങ്ങനെ പുറകോട്ട് വലിച്ച് കഴിയുമ്പോഴത്തേക്കും കഴിയുമ്പോൾ അത് ലെവലാകും, മണ്ണ് ലെവലാകും. ഇതിനകത്ത് ഗൗറായിരിക്കും. ഗൗറായി കുറച്ച് സിലോപ്പിയ കിടക്കും. ഇത് കളറുള്ള സിലോപ്പിയ. ഇതെന്തോരം താഴ്ചയുണ്ട്? ഇതിപ്പം ടോട്ടൽ വരുന്നത് 17 താഴ്ച ഉണ്ട്. ഇപ്പം വെള്ളം താന്നില്ല. അപ്പോൾ ഇവിടെ നനയ്ക്കുന്നുണ്ട്. ഇവിടെ പുല്ലിനും ഇതിനോട്ട് നനയ്ക്കുന്നുണ്ട്. ഉറവുണ്ടല്ലോ ഇതിനകത്ത്? ഉറവുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഉറങ്ങ. അല്ല, ഇതിലൂടെ തന്നെ മേടുപുറത്ത് തന്നെ ഉറവുണ്ടായിരുന്നു. ഈ ആ ഉറവത്തിൽ നിന്നു. ഇപ്പം അടിയിൽ നിന്നുള്ള ഉറവും ആ സൈഡിൽ നിന്ന് ഉറവുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉറവുണ്ട്. ആരാണ്ട് വന്ന് ഇവിടെ മുകളിൽ ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയി. ഇവിടെ വന്ന് കണ്ടിട്ട് തിരിച്ചു ഓടി. ബംഗാളികൾ ഇവിടെ മേലത്തെ പണിയാൻ വന്ന പക്ഷെ അന്നേരം വെള്ളമൊക്കെ വീണ്ടും കിടക്കുമ്പോഴത്തേനും വെള്ളം
മുഖം എന്ന് പറയും, മുഖം. അതായത് കാളവണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കും. കാളവണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഇത് കാളയുടെ കഴുത്ത് ആണ് വെച്ചു. ഇതിങ്ങനെ കഴുത്തേൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 2 കോല് ഇങ്ങനെ ഇടും. ഈ സൈഡിൽ ഒരു കാള ഇങ്ങനെ നിർത്തി ഇവിടെ 2 കഴുത്തിന്റെ മേളിൽ വെച്ചിട്ട് ഇവിടെ ഒരു കോലിടും, ഇവിടെ ഒരു കോലിടും. പിന്നെ അന്നേരം പുറകോട്ടും മുന്നോട്ടും വലിക്കുന്നില്ല. ഇവിടെ കാള എടുക്കും. ഇങ്ങനെ വെച്ച് എന്നിട്ടാ പോകുന്നത്. കാളവണ്ടി വെറുതെ 2 ഇരിപ്പുണ്ട്. വൈഫിന്റെ വീട്ടിൽ പണ്ട് പാടം, അവിടെ കണ്ടവും പാടം എവിടെയാ രാമപുരത്ത്. അവിടുന്ന് വന്നിരുന്ന പുരാവസ്തു ശേഷിപ്പുകളൊക്കെ എനിക്ക് എടുത്തോണ്ട് വരാൻ. ഇറങ്ങി വാ, പരിചയപ്പെടുത്തണം. പിന്നെ അറിയില്ലേ? ശരി. ഇത് ആറ്റിലെയാണോ ഈ കല്ല്? ആറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണോ? ഇല്ലല്ല, ഇത് ആറ്റിലെ കല്ലല്ല. ഇത് എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത് ആറ്റിലെ കല്ലാണെന്ന്. പക്ഷേ ഇത് ആറ്റിലെ കല്ലല്ലേ. ഈ കല്ല് ഇത് കർണാടകത്തിൽ നിന്ന് എവിടെ നിന്ന് വരുന്നതാണ്. അതായത് നമ്മൾ ഈ വെള്ളാരം കല്ലെന്ന് കേട്ടിട്ടില്ലേ? ഈ വെള്ളാരം കല്ല് ഈ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിൽ ഈ സാധനം പൊട്ടിച്ചെടുത്തിട്ട് ഈ നമ്മുടെ കോൺക്രീറ്റിൻ്റെ മിക്സർ മെഷീൻ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ മിക്സർ മെഷീൻ പോലുള്ള വലിയ അതിൻ്റെ ഒത്തിരി വലിയ സാധനത്തിനകത്ത് ഈ ഇതിടും. ഇതിട്ടിട്ട് മണ്ണോ മണലോ ഏതാണ്ട് കൂട്ടി അരയ്ക്കും. അല്ല, കൂട്ടി കറക്കുകയും ഇങ്ങനെ 2, 3, 4 ദിവസം ഇട്ട് കറക്കുമെന്ന് ഇന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇങ്ങനെ അത് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കറക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എഡ്ജെല്ലാം ഉരുണ്ടുരുണ്ട് വന്ന് ഏകദേശം ഈ ഒരു ഷേപ്പായിട്ട് ഇതിന് ടണ്ണിന് 3500 രൂപയാണ് തൂക്കിയാ മേടിക്കുന്നത്. 3500 രൂപയാണ്. ഇവിടെ മൊത്തം ഇടാൻ വേണ്ടി ഏതാണ്ട് 10 ടണ്ണ് സാധനം ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ ഒഴുകി പോകത്തില്ല, ഒഴുകത്തില്ല. ഇതോ ഇത് ബാംഗ്ലൂർ ഇഷ്ടമാണ്.